സോനാപ്പി എന്താ പോകാൻ കാരണം തന്നെ അവനല്ലേ. അവനിങ്ങനെ അവളെ എത്ര പ്രാവശ്യം പുറകെ ചെന്നെന്ന് പറയാം അവന് വേണ്ടി. ഈ ഇങ്ങനെ ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൂവാറ്റുപുഴയിൽ ആത്മഹത്യ ചെയ്ത ഈ സോന റമീസ് അവരുടെ ഒരു കൂട്ടുകാരത്തി ഒരു ചാനലിന് നൽകിയ ഒരു അഭിമുഖം, അത് നമുക്ക് ആദ്യം കണ്ടുവരാം. അവളുടെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. അതിൻ്റെ ഇതായിട്ട് നിൽക്കുമായിരുന്നു അവളത്. അപ്പോഴത്തേക്കും പിന്നെ വിളിക്കത്തില്ലായിരുന്നു അവളുടെ ആ സങ്കടം അവൾ വിളിക്കത്തില്ലായിരുന്നു. അവൾ ഫോണൊന്നും അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞങ്ങൾ കുറേ പ്രാവശ്യം വിളിക്കുകയൊക്കെ ചെയ്തു. അവൾ ഫോണൊന്നും എടുത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു ഇടയ്ക്കായിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വിളിക്കുക ചെയ്തു രാവിലെ. അപ്പോഴേ ഞാൻ വരുന്നുണ്ട്, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അവൾ പറഞ്ഞിട്ട് നീ വാ. അപ്പോഴാണ് അവൾ ഫോൺ എടുത്തത്. അന്നാണ് ഫോൺ എടുത്തത്. അത് തന്നെ ഞാൻ വഴക്ക് പറഞ്ഞു, നീ എന്തുവാടി ഫോൺ എടുക്കാത്തെ എന്നൊക്കെ ചോദിച്ച് ഞാൻ അവളോട് വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞിട്ട് എനിക്ക് ഇതിനോട് കുറേ കാര്യം പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങൾ മൊത്തം അവളെടുത്ത് ഇല്ലമ്മ അത് അവരുടെ വീട്ടിൽ ഭയങ്കര മതം മാറണമെന്ന് ഭയങ്കര പ്രശ്നമാണ്. അവനെ ലോഡ്ജ് വെച്ച് ഇവള് കണ്ടുപിടിച്ച് എൻ്റെ ഫോൺ വഴി എന്തോ ഇത് വഴി കണ്ടുപിടിച്ച കാര്യമൊക്കെ ഇവളെ അടുത്ത് പറഞ്ഞു. മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ വെള്ളിയാഴ്ച പോയിട്ട് അന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കാര്യം ഉമ്മയുടെ അടുത്തൊക്കെ പറയാൻ വേണ്ടി പോയത് അല്ല, ഈ ഫോൺ വഴി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ ഇത് സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കും ഇവിടെ തെളിവ് സഹിതം കാണിച്ചു അവനെ. അപ്പോഴത്തേക്കാണ് അവൻ സമ്മതിച്ചത്. അതിനുശേഷം രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ പറഞ്ഞു. നേരത്തെ അവൾ മതം മാറാമെന്നൊക്കെ പറഞ്ഞായിരുന്നു സമ്മതത്തോടെ. അവളുടെ വീട്ടിലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ഞാനിക്കായാലും അമ്മയ്ക്കായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നിട്ടാണ് ഈ മതം മാറണമെന്ന് പറഞ്ഞിതായിരുന്നു. മൂവാറ്റുപുഴ വെച്ചാണ് അവൾ കണ്ടപ്പോഴത്തേക്കാണ് കവളൊക്കെ ചുമന്ന് നടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൂടി പറ്റും. അപ്പോഴാണ് പറഞ്ഞത് റെമി അടിച്ചടി എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അവളടുത്ത് വഴക്കുണ്ടാക്കി. അപ്പം മതം മാറുന്നതിൻ്റെ പേരിലായിരിക്കും അടിച്ചത്. അവൾ പറഞ്ഞു, എടി എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകാൻ താല്പര്യമൊന്നുമില്ല, എനിക്ക് റെമി തന്നെ വേണം, എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകണ്ട, എനിക്ക് റെമിയായിട്ട് ജീവിക്കുന്നത് തന്നെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ശരിയാകത്തില്ല, മതപരമായിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. അവൻ്റെ ഉമ്മ മതം മാറണമെന്ന് പറഞ്ഞൊരു ഇതായിരുന്നു എന്നാണ് പറഞ്ഞത്. മതം മാറിയേ പറ്റത്തുള്ളൂ, മറ്റയാളെ കെട്ടിച്ച് വരത്തുള്ളൂ എന്നൊക്കെ അവളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇയാളുടെ സ്വഭാവം എപ്പോഴാണ് മാറി? ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിൽ ഇപ്പം അവൻ ജോലി ചെയ്യുന്നത്. സോനയെ വേണ്ടാത്ത പോലെ ഒരു അഭിനയമായിരുന്നു. എനിക്ക് പല പ്രാവശ്യം അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, എന്തോ എനിക്ക് തോന്നലാണോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അവനെന്നെ തന്നെ വേണം. കുറേ പ്രാവശ്യം അവളൊക്കെ ഇത് കൊടുത്തതാണ് ഞാൻ. പക്ഷെ അവളത് ഇതാക്കിയില്ല. എനിക്ക് ജോലിയില്ല, ഞാൻ പഠിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് പോവുക ചെയ്തത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലൊരു 5 കാശ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റും. നീ ഒരു കാരണവശാലും പഠിത്തം നിർത്തിയിട്ട് പോകരുത് കേട്ടോ എന്ന് ഞാൻ പറയുമായിരുന്നു അവളുടെ അടുത്ത്. ജോലി വേണ്ടി അവൾക്ക് അതിനുള്ള കഴിവുമുണ്ട്. അവൾ നല്ലൊരു പഠിക്കുന്ന ഒരു കൊച്ചും കൂടിയായിരുന്നു അവൾ. അപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, ഞാൻ മേടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ ഇടയ്ക്ക് പറയുമായിരുന്നു, എന്നെ ജോലിക്കൊന്നും അവർ വിടത്തൊന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു അവൾ. ഞാൻ പറഞ്ഞു, നീ അവൻ വിട്ടില്ലെങ്കിൽ നീ പൊയ്ക്കോണം എന്ന് ഞാൻ അവളുടെ അടുത്ത് പറയുമായിരുന്നു. മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് വിശ്വസിക്കുന്നു? റമീസിൻ്റെ ഫാമിലി. അവരാണെങ്കിൽ അവൾ മതം മാറണമെന്ന് പറഞ്ഞ് ഇത്രയും ഇതാക്കിയത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ ആയി പോയത് തന്നെ. പൊന്നാനി കൊണ്ടുപോയില്ല, അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അന്ന് റൂമിൽ പൂട്ടിയിട്ടെന്ന് പറഞ്ഞില്ല, അന്ന് പൊന്നാനി കൊണ്ടുപോയാക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇടുമായിരുന്നു അവര് അവിടെ. ശമ്പളമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അറിയത്തില്ല, 10 രൂപ ഉണ്ടെന്നാണ് അവൾ പറഞ്ഞു. 10 15 എന്ന് പറഞ്ഞത്. TC അടയ്ക്കാനുണ്ട്, പിന്നെ 2000 രൂപയ്ക്ക് വേറെ മറ്റേ ചിലവിനൊക്കെയായിട്ട് അവൻ വേറെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ ഒന്ന് അവളെൻ്റെ അടുത്ത് പറഞ്ഞത്. സ്വഭാവം അറിയാതെ, എന്നിട്ട് അവൾക്ക് അവളെ തന്നെ വേണമെന്നായിരുന്നു ഒരിത്. അതെല്ലാം ക്ഷമിച്ച് വിട്ടു അവളത്. എന്നിട്ട് ഇവളെ തന്നെ വേണമെന്നായിരുന്നു സോനാപ്പിക്ക് ഒരിത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവൾ മരിച്ചു പോയിട്ടൊന്നും. എൻ്റെ മനസ്സ് പോലും പറയുന്നില്ല അവൾ മരിച്ചു പോയിട്ടൊന്നും. എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അവൾ ഇപ്പോഴും. എനിക്ക് ഇന്നലെ തന്നെ എനിക്ക് മരിച്ചു പോയിട്ട് ഒരു ഫീൽ പോലും തോന്നിയിട്ടില്ല. ഞങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരുന്നത് അവളാണ്. എന്തെങ്കിലും സങ്കടം വരുവാണെങ്കിൽ, എന്തെങ്കിലും ഇതായിട്ട് വരുമ്പോൾ അവളാണ് ഞങ്ങൾക്ക് എല്ലാം മോട്ടിവേഷൻ തരുന്നത്. പക്ഷേ അവളിങ്ങനെ ചെയ്യുന്ന ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലുമില്ല. നല്ല ബോൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബോൾട്ടായിരുന്നു അവൾ. എല്ലാത്തിനും നല്ല മിടുക്കി കൊച്ചായിരുന്നു അവൾ. ആ റമീസ് എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ ഇത് കൊടുക്കണം. ശരിക്കും ആണെങ്കിൽ സോനാപ്പി എന്താ പോകാൻ കാരണം തന്നെ അവനല്ലേ. അവളെ എത്ര പ്രാവശ്യം പുറകെ ചെന്നെന്ന് പറയാം അവന് വേണ്ടി. ഇങ്ങനെ സാധാരണ ഏത് പെണ്ണായാലും ഈ കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിട്ടിട്ട് പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് പോകത്തതേ ഉള്ളൂ. പക്ഷെ അവൾ അതിട്ട് അവൻ്റെ പുറകെ പോയി. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് അവനെ. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഈ മരിച്ച സോനയുടെ അടുത്ത സുഹൃത്തായ കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞത്
സത്യസന്ധമായ കാര്യങ്ങളാണ് ആ കുട്ടിയുടെ സംസാരത്തിന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം ഇതിൽ ഇപ്പോൾ പലതും ആരോപിക്കുന്നുണ്ട്, ലവ് ജിഹാദ്, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോലീസ് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ എന്താ പറയുക, ഇത്തരം ആളുകൾക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.